അയ്യോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ കാശ്മീർ വന്നിട്ട് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചുള്ളൊരു സംഭവം ചെയ്യാൻ പോകുന്നുണ്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അവിടെ കാശ്മീരിലത്തെ കല്യാണമാണ്. പക്ഷേ എന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകത കൂടിയിട്ടുണ്ട്. എന്താ സംഭവം വെച്ചാൽ അവർ കാശ്മീരികളാണ്. പക്ഷേ എന്നുണ്ടെങ്കിൽ അവരുടെ പാരൻസ് കുറേ ആൾക്കാർ ജമ്മുവിലുള്ളവരാണ്. അപ്പോൾ കാശ്മീരി ട്രഡീഷനും അതുപോലെ തന്നെ ജമ്മു ട്രഡീഷനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കല്യാണം രണ്ടും ഉണ്ടാവും. രണ്ടും ഫുഡ് കാര്യങ്ങളൊക്കെ കാശ്മീർ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ നമ്മുടെ ഇവൻറ്റുകളും കാര്യങ്ങളൊക്കെ ജമ്മുവിലത്തും കൂടി ആഡ് ചെയ്തിട്ട് ആ രീതിയിലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. പിന്നെ അൻവറിനെ ഫോട്ടോഗ്രാഫറായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. അൻവറിന് ഫോട്ടോഗ്രാഫിൻ്റെ വർക്കിനും കൂടിയിട്ടാണ് അങ്ങോട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് പോയിട്ട് 3 ദിവസത്തെ പരിപാടിയാണ്. സാധാരണ എത്ര ഉണ്ടാവാറ് ഇവിടെ? സാധാരണ 2 ദിവസം ഉണ്ടാവാറ്. അപ്പോൾ 3 ദിവസമാണ്. ഇന്ന് നാളെയാണ് ശരിക്കും നിക്കാഹ്. ഇന്നിപ്പോൾ അതിന് മുമ്പുള്ള എന്തൊക്കെ ചടങ്ങുകളാണ്, മെഹന്തി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ പോണ വേയാണ്. ഏകദേശം ഒരു 100 മീറ്ററും കൂടെ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കി അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ കാണാം. ഓഫൊക്കെ ലേട്ടാ. അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റയടിക്കാണ്ട് ക്യാമറയിട്ട് പോയാൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സാധാരണ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതാണ്. ഓക്കെ അല്ലേ അൻവറേ? Okay. The preparations are already started. Okay. So today is the first day. Today is Mehndi. So today there will be only family. Family members only. Only family. Yeah. Only family members, and there will be no outsider besides you guys. So now you are a part of a family. Okay. So basically you need to do is you have to shoot your content. Okay. And then as well you have to shoot the Mehndi as well. Yeah. Okay. Of course. Sure. So this is the house. Yeah. So you can shoot here and Okay. there. And let me show you what content you have to shoot. Let me show you the wall one. Oh. So was one started here? No, it hasn't begun yet. നമ്മളെല്ലാം കാഴ്ചയും കൊണ്ടുവരണം. The whole thing will be prepared here. ആക്ച്വലി അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയി. ലിറ്റിൽ ബിറ്റ് ലേറ്റ് ആണ്. Yeah, you are little bit late. ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഭയങ്കര ചൂടാണ്. Yeah. Sure. ഇത് വസ്വാനിൻ്റെ ഓരോ ഡിഷുകൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇത് സ്പെഷ്യൽ ഐറ്റംസ്. എടുത്ത് പോകാൻ പറ്റുന്നില്ല, അമ്മമാര് ചൂടാണ്. കാരണം മൊത്തത്തിൽ കത്തണുണ്ട്. ഇവരെ നിൽക്കുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണം കേട്ടോ. This gentleman is the head cook. Not me. Not me. That guy. That. You mentioned was one shoot. Yeah, you can take Kerala photo. Patna. Okay. Assalamu alaikum. സലം എവിടെ ചേട്ടാ? എവിടെ സ്ഥലം? എവിടെ? മലപ്പുറം. മട്ടാഞ്ചേരി ആരോ? മട്ടാഞ്ചേരി അറിയാം. ഫോർട്ട് കൊച്ചി ആരോ? അറിയാം. അവിടെ കടയുണ്ട്. കട ഉണ്ട്. എന്തിന്റെ കട? കശ്മീരി കാശ്മീരി ആർട്സ്. ആർട്സ്. ജ്വല്ലറി നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ മറ്റേ ഹിയാംബൈ അറിയോ? ഹിയാംബൈനെ മീറ്റ് ചെയ്തിട്ടുണ്ടോ?
മട്ടനാട്ടാ മട്ടൻ്റെ നടുവിൽ വലിയ കളി നമ്മുടെ പാത്രങ്ങളൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. ഒരു ഹുക്ക് വലിക്കുന്നുണ്ട്. ഇനി ഒരുപാട് സാധനങ്ങളാവണ്ട, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫുള്ള് ഷൂട്ട് ചെയ്യാൻ എല്ലാം ഉണ്ട്. കാരണം ഇന്ന് ശരിക്കും പുറത്തുനിന്ന് ആരെയും ക്ഷണിക്കാറില്ല ഇന്നത്തെ ദിവസം. പക്ഷേ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റും. എല്ലാം ഇവരുടെ ഓൾ പ്രിപ്പറേഷൻസ് നമുക്കറിയാൻ പറ്റും. ഇതിപ്പോൾ ഇവിടെ കല്യാണത്തിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വിറകുകളാണ് കേട്ടോ. ഇതൊന്നല്ല ശരിക്കും ഇവിടെ ഉണ്ടാവാറ്. ഇപ്പോൾ അവർ ചുരുക്കി നടത്തുന്നതുകൊണ്ട് ആ ഒരു രീതിയിലാണെന്നുള്ളൂ. പറയാൻ പറ്റില്ല. ഇനിയും വേറെയും ബാക്കിയുള്ള സ്ഥലങ്ങളുണ്ടാവട്ടെ. കാരണം ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരടുപ്പ് എന്നുള്ള ലെവലല്ല അവർ സെറ്റ് ചെയ്തിട്ടുള്ള. മരങ്ങൾ ഫുള്ള് നീളത്തിയിടുക, അത് മുഴുവൻ കത്തിച്ചിട്ട് അതിൻ്റെ മേലെ ഈ പാത്രങ്ങളും കാര്യങ്ങളും വെക്കുക. അപ്പോൾ അതായത് ഒരു സെക്ഷൻ മൊത്തം കത്തായിരിക്കും. പിന്നെ അതും ഇതിന് വേറെ എന്തൊക്കെയോ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. കാരണം ഇവർ ചില സ്പെഷ്യൽ വുഡുകളാണ് യൂസ് ചെയ്യുക. വാൾനട്ട്, ആപ്പിള്, ബദാം, ഈ 3 മരങ്ങളാണ് മെയിനായിട്ട് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവറിന് ഇത് കത്തുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂട്ടും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ അതിനുണ്ടാവണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് വാൾനട്ടിൻ്റെ മരമാണ്. അതിന് വേറെ എന്തോ ഒരു പേരും കൂടി പറയും. എന്തെങ്കിലും പറയാം? പേടിക്കാൻ നാം ये लकड़ी है। लकड़ी क्या नाम? लकड़ी का नाम ये इसका नाम है किकर या अखरोट के वाला या ये सेब वाला है। ലക്കടി എന്ന് പറഞ്ഞാൽ മരമാണ് കേട്ടോ. सेब वाला या अखरोट लगा या किकर वाला या वो बादाम। ഈ മരത്തിൻ്റെ പേരെന്താ? എല്ലാം പറയുന്നറിയോ? അക്രൂട്ടിൻ്റെ മരമുണ്ട്, ബദാമിൻ്റെ മരമുണ്ട്. അങ്ങനെ പറഞ്ഞു. ആക്രോട്ട്, ബദാം, ആപ്പിൾ സാധനങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതന്നെയാണ് ലക്കടി എന്ന് പറഞ്ഞാൽ മരത്തിന് പറയണ കേട്ടോ. ലക്കടി കോമഡി എല്ലാം വരിയായിട്ട് ഇവിടെ നിൽക്കണതിൻ്റെ എക്സ്പ്രഷൻ നോക്കണം കേട്ടോ. ഭയങ്കര ചൂടാണ്. നമ്മൾ പിന്നെ അത്യാവശ്യം ചൂടൊക്കെ സഹിച്ചിട്ടുള്ള ആൾക്കാരൊന്നും കുഴപ്പമില്ല. സ്ത്രീകളൊക്കെ പാട്ട് പാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഭാഗമായിട്ട് ഈസ് ഇറ്റ് കാശ്മീരി ട്രഡീഷൻ ഓർ This is the Kashmiri traditional song basically. It's called One Mun. It's called One Mun. Okay. There are different kinds of folks as well. There is chakri. There are so many things. Yeah, Bach Nagma. ഓക്കെ. ഉള്ളി കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. അൻവർ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയറിയിട്ട് ബാക്കിയിട്ട് ഓക്കെ. ഇതാണ് നമ്മുടെ ബ്രൈഡ്, സിസ്റ്റർ ബ്രൈഡ്. അവരങ്ങനെ ഇത് തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെഹന്തി ഇടുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. चाची आ जाओ अभी। ഇതൊക്കെ ഇവരുടെ ട്രഡീഷനാണ്. അങ്ങനെ എന്തൊക്കെ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല പറയുന്നത്. ഇതിനൊക്കെ എന്തൊക്കെ കാര്യമായിട്ട് അർത്ഥങ്ങളുണ്ട് തോന്നുന്നു കേട്ടോ. കാരണം ഇവരൊക്കെ ഇങ്ങനെ കരയണ കാണുന്നുണ്ട്. ഇത് ഇവരുടെ ഭാഷയിൽ എന്തൊക്കെ പറഞ്ഞു തോന്നുന്നു. ഇപ്പോൾ ഇവരും കരയണുണ്ട്. അവിടെ തൊട്ടടുത്ത് നിൽക്കുന്ന അവരുടെ ബ്രദറും, പിന്നെ അതുപോലെ തന്നെ
ബാക്കിലുള്ളവർ ഒരുപാട് ആൾക്കാർ കരയുന്നുണ്ട്. എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം എത്തി ഇപ്പോൾ എന്താണെന്നറിയില്ല. ചിലപ്പോൾ അങ്ങനെ ഇവിടെ പറയുന്ന അല്ല വേറെ യാത്ര അയക്കുന്നതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവുക. എന്താണെന്നറിയില്ല. എൻ്റെ ബ്രദർ മലയാളത്തിൽ ഇത് ഇപ്പോൾ ഇവിടുത്തെ കാശ്മീരികളുടെ ട്രഡീഷണലായിട്ടുള്ള ഒരു സംഭവമാണിത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നടക്കുന്നതിന് നമ്മൾ ഇരിക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് അവർ കഴുകാനുള്ള പാത്രം കഴുകിയിട്ട് വെള്ളം പോകാനുള്ള പാത്രം അതുപോലെ തന്നെ ഒഴിച്ചു തരാനുള്ള ജെക്കൊക്കെ കൂടി വരും. ഇവിടുത്തെ ഫുഡ് എത്തിയിട്ടുണ്ട്. നാലാൾക്കാരോട് ഒരുമിച്ച് ഇരുന്നിട്ടാണ് അവർ ഫുഡ് കഴിക്കുന്നത്. അതിൽ മെയിനായിട്ട് ആ സെൻറ്ററിലുള്ള സാധനം അത് കരൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനം. അപ്പോൾ അത് നമ്മുടെ മെഹന്തിടൽ ഫിനിഷ് ആവാനായിരിക്കും. ഒരു കൈ ഫിനിഷ് ആവാനായിരിക്കും അല്ലേ? പുള്ളിക്കാരത്തിന് ഭയങ്കര സ്മൈലാണ് ഫുൾ ടൈം. How do you know? Actually, my mom is from Chennai. Chennai? Yeah, Tamil Nadu? Tamil Nadu? No, Madras. Chennai. Chennai is in Tamil Nadu. Okay, fine. Tamil Nadu, right. So I know a little bit Tamil. Okay, okay. Like Taninkudi. അപ്പോൾ നമ്മളങ്ങനെ കഴിക്കാൻ പോകും. ടൈം ഇപ്പോൾ ഏകദേശം ഒരു 7 മണി ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വിളിച്ചിട്ട് ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടെ. അൻവർ ബ്രൈഡിൻ്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊസിഷനിലാണ് ആദ്യം എടുത്തിരുന്നത്. നല്ല കിടിലം ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മളെ ബ്രൈഡ് ഇങ്ങനെ പോസ് ചെയ്തിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ആൾ ഉഷാറാട്ടോ, നല്ല രസമാണ്. ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇത് മുട്ടുക അങ്ങനെ ഓരോന്നുള്ള സാധനം സംഭവം റീച്ച് ചെയ്യുന്ന ഓരോ പരിപാടി നമ്മുടെ നാട്ടിൽ. ഇത് ഈ സാധനത്തിന് ഈ കാണുന്ന സാധനത്തിന് കാങ്കര എന്നാണ് പറയുന്നത്. കാങ്കര വെച്ചിട്ടാണ് ഇവർ ചൂടാക്കി കേട്ടോ. ഇതൊക്കെ നല്ല ലൈറ്റുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസം ഇവിടെ കല്യാണത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ട് ഞങ്ങളോട് 10 മണിക്കെങ്കിലും എത്താൻ പറഞ്ഞതായിരുന്നു. പിന്നെ വണ്ടിൻ്റെ പെട്രോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ റൂമിൻ്റെ കീയും മിസ്സായി. അങ്ങനെ കുറേ ചൊറകൾ കിട്ടി. പിന്നെ ആകെ 2 ആൾക്കാർക്കും മൈൻഡൊക്കെ ആകെ പോയി നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അൻവറിന് എന്തോ ഒരു മൂഡ് ഓഫ് ആയിട്ടുണ്ടായിരുന്നു 2 ആൾ. അപ്പോൾ നമ്മങ്ങനെ ഓരോന്ന് ഇങ്ങോട്ട് ഇറങ്ങും, പിന്നെ എന്തെങ്കിലുമൊക്കെ പണി കിട്ടും. അങ്ങനെ നല്ല ലേറ്റായി. ഇവിടെ പരിപാടികളൊക്കെ തുടങ്ങുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായി പിന്നെ ഒരു നമ്മൾ ലേറ്റ് ആയില്ലെന്ന് ഇത്ര ഒരു അവസരം കിട്ടിയിട്ട് ലേറ്റ് ആയില്ല എന്നുള്ളൊരു ചടപ്പുണ്ട്. എങ്കിലും നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ലപോലെ പിന്നെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അവിടെ നിന്ന് ഞാൻ ക്യാമറ പിടിച്ച് നടന്നു വരുന്നത്.
ഇതിലെ റിസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ അടിച്ചടിച്ചടിച്ച് ഉണ്ടാക്കണത്. അല്ല എല്ലാവരും ഇവിടെ ഇരുന്ന് അടിക്കുന്നുണ്ട്. ഇയാളും അടിക്കുന്നുണ്ട്. ഇയാളിപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ തോന്നുന്നു. എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഷറ भैया ये बीफ है ना बीफ और मटन बीफ അത് ബീഫാണ്ടാ. പിന്നെ അപ്പുറത്തുള്ളതൊക്കെ ബീഫാണ്ടാ. ബീഫല്ലേ ചോദിച്ചപ്പോൾ എന്ന് പറയുന്നത് ആൾക്ക് മനസ്സിലാവായിട്ട് എന്താണെന്ന് അറിയില്ല. പിന്നെ വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നിക്കാഹ് നടക്കുന്ന ഒരു പ്ലേസാണ്. സംഭവം നല്ല രസമാണ് കാണാൻ. എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ നോർമലി ചെയറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയല്ലോ. ഇവിടുത്തെ ഉള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ ചെയറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യൽ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ടേബിള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യൽ കുറവാണ്. ഫുള്ള് നിലത്തിരുന്നിട്ടാണ് ഇവരുടെ ട്രഡീഷൻ. അങ്ങനെ ആ ഒരു മജ്ലിസ് സ്റ്റൈലാണ് ഇവരുടെ ട്രഡീഷൻ കേട്ടോ, അറബി സ്റ്റൈൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സംഭവം കാണിച്ചു തരണ്ടേ. ഉണ്ടോ, ഇവിടെയാണ് ഇന്ന് നിക്കാഹ് നടക്കാൻ പോണത് കേട്ടോ. അതന്നെ ഇന്ന് അറേഞ്ച്മെന്റ് ആയിട്ടില്ല. കാരണം ഇനിയിപ്പോൾ ഒരുപാട് ലൈറ്റിങ്ങുകൾ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ പല ഡെക്കറേഷൻസും ചെയ്യാനുണ്ടാവും. എല്ലാം ഉണ്ടാവും കേട്ടോ. മക്കളൊക്കെ പിള്ളേരൊക്കെ ഒക്കെ ഓടി കളിക്കണമൊക്കെ. ചെക്കനെ ഫോൺ അടിച്ചപ്പോൾ തല്ലായി 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 തല്ലായി. എടാ അപ്പോൾ ഇവിടെയാണ് ഇത് നടക്കാൻ പോണത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്ക്, ഇതൊക്കെ ഫുള്ള് ഹാൻഡ് മെയ്ഡ് ആണ്, മെഷീൻ മെയ്ഡ് അല്ല. ഈ സാധനങ്ങൾ ഫുള്ള് ഇവിടെ ഹാൻഡ് മെയ്ഡ്. കാശ്മീരിൽ കണ്ടുവരുന്ന ഇവരുടെ ഹാൻഡ് മെയ്ഡ് സാധനമാണ്. എന്താണ് ഈ സാധനം ഇട്ടിക്കണെന്നൊരു പിടുത്തം കിട്ടില്ല. ഇത് മാത്രമേ സുഖമില്ലാത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഇവിടെയാണ് ഫുള്ള് നടക്കാൻ പോണത്. എക്സൈറ്റഡ് ആണ്. എങ്ങനെ ആയിരിക്കും കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ല. ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ് എന്തായിരിക്കും എന്നറിയില്ല. പിന്നെ എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിക്കാഹ് നടക്കുന്നത് നോർമലി നമ്മളവിടെയൊക്കെ നിക്കാഹ് രാത്രി നടക്കും. പക്ഷേ എന്നുണ്ടെങ്കിൽ നോർമലി ഏകദേശം ഒരു 11 മണി ആ ടൈമിലാണ് നടക്കാറ്. ഇപ്പോൾ ഏകദേശം 12 മണി കഴിഞ്ഞ്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് മഗ്രിബിൻ്റെ സമയത്ത് തന്നെയാണ് ഇവിടെ നിക്കാഹ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ലേറ്റായി എന്നാണ് വിചാരിച്ചത്. പക്ഷേ പ്രശ്നമില്ല, നമുക്ക് ഫുഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഉള്ള കാഴ്ചകൾ. ഇനി നേരെ ഫുഡിൻ്റെ അവിടെ പോയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ കാണണ്ട. അത് നമുക്കൊന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. ചിക്കൻ കുർമ. ആള് ചിക്കൻ കുർമ ഉണ്ടാക്കാനാണെന്ന് പറയില്ല. പക്ഷെ എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പനീർ, They will make two varieties. okay? Two varieties. One minute. This is one first variety, and second one they will prepare it on curd. This is the name only. This will be kept on that I should say. Okay. Full Like tandoori. like tandoori chicken. This is fried chicken. Okay. And after that they will prepare another this chicken on curd. വസ്താബ. ഇത് വസ്താബ എന്ന് പറഞ്ഞിട്ടുള്ള മട്ടൺ. Mutton, yes, mutton. Is there any dish with beef? At least 25 dishes, not less than 25. Okay. Can you tell me? देखो meaty, number one meaty. It is prepared on this Meaty. 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 T-H-E-E. Okay. T-H-E-E-T. Meaty. Yes. हम लिखो ना, One आप dish, लिखो ना, फिर one तो dish. करें। Number 2 kebab. Kebab. Number 3 rista. Rista. ना देना Number 3 washtaba. Wastaba. The cheese. This chicken. 2 varieties of chicken. Number 4. Number 5
There are so many varieties. There are at least 40-25 वैरायटी है ना इधर. he says that there are about 40 varieties he is going to prepare today. Okay. Then everything is prepared. Can you explain about the dishes? He is not prepared as yet. Alla, They no. are going to prepare it. When everything is Two, three varieties have been prepared. okay. When everything is finished, can you I will- explain? Yes, I will explain at that very moment. Okay. Then And I will that show you, and you can shoot that. Yeah, yes, of course. Okay, thanks. പിന്നെ ഇത് പറയുന്നെങ്കിൽ ഇപ്പൊ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത് കൈ വായി കിട്ടുന്നുണ്ടാ. In Kerala it is also like this. We put in biryani or neichor, ghee rice. This is prepared on one ka ghee. Ghee. Varka ghee. In Kerala there is a dish called ghee rice. No dalda is being used in this dish. Okay. It is No dalda, varka. only No ghee. dalda. This is varka. Okay. Gustava. Gustava, ये क्या है भैया? चर्बी. चर्बी. मेरा चैनल. मेरा चैनल. ट्रैवलिंग चैनल. ट्रैवल एंड घूमने और गाना. This is, we are going to mix it with this one. Okay. To make another dish. Yeah, to make that white color, that's known as Gustava. Gustava. Rista pure mutton. Rista pure mutton. Yakhni, you are right. It will slightly, the taste will change. It's a kind of mutton also. They mix it with that white. And what is this? What is this? This is also kind of a mutton. No. It will be inside the lamb, that white color. വൈറ്റ് കളർ എടുത്താണ് കഷ്ടപ്പാട്. The fatty. It's the fatty mutton. That. വെരി Fatty mutton, yeah. വെരി ഡിഫിക്കൽട്ട്. Yeah. എടാ ഇത് മട്ടന്റെ സാധനം. They mash it. They will mash it. ഓക്കെ. Then they will mix it with the this mutton. വെരി It is very hard. ഇത് ആ വൈറ്റ് സാധനം പറഞ്ഞിട്ടുണ്ടാ. അതല്ല ഞാനേ ഞാൻ ശരിക്ക് മട്ടന്റെ ഒരു സാധനം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയുള്ളതാണ് കണ്ടിട്ട് ഷോക്കായിട്ട് ആകെ വൈറ്റ് മാറിയേക്കും. ആ വൈറ്റ് കളറുള്ള നെയ്യ് പോലത്തെ നോർമൽ സാധനം അടിച്ചുണ്ടാക്കിയത്. മറ്റേ വെള്ള കളർ കാണുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്യും ഇറച്ചി അല്ലാത്ത ഭാഗങ്ങൾ എടുത്തിട്ട് അടിച്ചുണ്ടാക്കിയിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് അവിടെ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീനിൽ ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് പിന്നെ ഇവർ അടിച്ച് മിക്സ് ആക്കുന്ന സാധനം കണ്ടാ തോന്നുന്നത് വല്ല നമ്മുടെ മാവ് എല്ലാം എടുത്തിട്ട് മിക്സ് ചെയ്യണ പോലെ തോന്നുന്നു. ഞാൻ പ്രത്യേകത വിളിച്ചു. സംഭവം പറയണില്ലേ ഞാൻ പറഞ്ഞ കളിയാക്കും. ഈ ഇതന്നെ എപ്പോഴും പറയുന്നത് പറയും. സ്പൈസസ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇവർ അടിച്ചത്. ഇത് ഉണ്ടാക്കണതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവര് സ്പൈസസ് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ആണ് അടിക്കണത്. അപ്പോൾ അതെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് എല്ലാ സാധനങ്ങളും എത്തും. അതിന് പിന്നെ നമ്മൾ ഓവർ മിക്സ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാ സാധനങ്ങളും പിന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ റെഡിയാവും. പിന്നെ റെഡിയാണ്. ഒരാളെ നാട്ടിൽ കുറേ കാലം ഉണ്ടായിരുന്നു. 25 കൊല്ലം എങ്ങാണ്ട് ഉണ്ടായിരുന്നു. You translate in Malayalam, then അല്ല യു ടോൾഡ് ഇൻ no idea. No problem. No, delete it. ഏത് വെള്ളം ആ തീയിലേക്ക് വെള്ളം ഒഴിച്ചാൽ മറ്റേ എന്താണ് ഇതിൻ്റെ ഈ വെണ്ണൂറ് പോലത്തെ ചെറിയ സാധനങ്ങളൊക്കെ മുകളിലേക്ക് വരുമല്ലോ. അതാണ് അവൻ്റെ മുഖത്ത് മൊത്തമായി വരുന്നത്. അപ്പം ഞാൻ നേരത്തെ കാണിച്ചിരുന്ന സാധനമല്ലേ നാം Gustavo वो है और ये रिस्टा
ये इसका का नहीं ये मेथी है मेथी मीठी ये मेथी എന്തൊക്കെയോ പേര് പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും ये मेथी മനസ്സിലായി है इसका नाम है मेथी മേറ്റി मेथी मेथी മെറ്റി ഓക്കെ നേരത്തെ നമ്മൾ ഒരു വൈറ്റ് സാധനം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ സെയിം വൈറ്റ് സാധനത്തിൻ്റെ ഉണ്ടാക്കുന്ന ഞാൻ ഒരു നെയ്യിൻ്റെ കാര്യം പറയുന്നത് അതാണ് ഇവർ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ആക്കുന്നത് ഞാനൊന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരുന്നത് ഇത് ഞാൻ മുകളിൽ കാണുന്ന കാർട്ട് കാണുന്ന ഈ സാധനം അവരുണ്ടാക്കാൻ യൂസ് ചെയ്തിരുന്നത് കേട്ടോ ഇത് അടിച്ച് പരത്തിയിട്ട് അത് വീണ്ടും ഒരു മെഷീൻ ഉണ്ട് ഞാൻ ആ മെഷീൻ ഇപ്പോൾ കാണിച്ചു തരാം ഇതേ ഈ കാണുന്ന ഈ മെഷീനിൽ കൂടെ ഇട്ടിട്ട് അതെന്ത് ചെയ്യും മിക്സ് ചെയ്ത് അരച്ച് പുറത്തേക്ക് വരും അത് എന്നിട്ട് വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും കൈയായിട്ട് പ്രസ് ചെയ്തിട്ട് സെറ്റാക്കും അതാണ് ആ കുടത്തിൻ്റെ ഉള്ളിൽ കാണുന്നത് എന്നിട്ട് അത് വീണ്ടും ഈ മട്ടനിലേക്ക് മിക്സ് ചെയ്തിട്ട് പിന്നെ അടിച്ച് പരത്തും അതിൻ്റെ ഇടയിൽ ഒരുപാട് സാധനങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം അതിൻ്റെ ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് എന്താ മസാല ആഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് അത്യാവശ്യം റിസ്ക് എടുത്തിട്ടാണ് ഒരു ബോൾ തന്നെ അവർ ഉണ്ടാക്കുന്നത് കേട്ടോ സംഭവം നല്ല മെനക്കെട് പരിപാടി തന്നെ കേട്ടോ അത്യാവശ്യം നല്ല റിസ്ക് ഉണ്ട് ഇവരുടെ ഫുഡുകളൊക്കെ ഉണ്ടാക്കാൻ അത് ഒരുപാട് ഡിഷ് ചുരുങ്ങിയത് 25 ഡിഷ് ഒരു വസ്ബാനിൽ ഉണ്ടാവണം എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ അപ്പോൾ എത്ര എണ്ണം ഉണ്ടാക്കണമെന്ന് പോലും അവർക്ക് അറിയാത്ത അവസ്ഥ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് അവർക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ കാരണം ഒരുപാട് ഡിഷുകളുണ്ട് ഏതൊക്കെ ഉണ്ടാക്കണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു किसे बात कर रहे हो आप भाषा മലയാളം ഇത് ഇതേപോലെ ഒരു ഡിഷ് ഉണ്ടാക്കിയിട്ട് മലയാളം ചിക്കനായിട്ടുണ്ട് അവരിപ്പോൾ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് വിളമ്പാൻ പോവല്ലേ അപ്പോൾ ഈ സാധനം ഇവിടുന്ന് വിളമ്പാൻ പോകും इसका नाम धनी कुरमा क्या धनी कुरमा ധന്നി കുർമ അപ്പോൾ ഫസ്റ്റ് ഡിഷ് നോട്ട് ചെയ്തു ധന്നി കുർമ ബാക്കിയുള്ള ഇങ്ങനെ ഓരോ ഡിഷുകൾ വിളമ്പിനെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ധന്നി കുർമയുടെ ഡിഷ് ഇതിങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് അതെല്ലാം ഉദ്ദേശിച്ചത് വലിയ പാത്രത്തിൽ നിന്ന് അതിനെക്കാട്ടി ചെറിയ പാത്രങ്ങളിലേക്ക് സ്പ്ലിറ്റ് ചെയ്യും അപ്പോൾ കബാബ് ഉണ്ടാക്കാനുള്ള ഇതാണ് അതായത് ബീഫ് കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരച്ചുണ്ടാക്കുകയാണ് അത് ആ മെഷീൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അരച്ചുണ്ടാക്കണം ഇപ്പോൾ കണ്ടുവരുന്നത് കേട്ടോ ഞാനൊന്നും കൂടി കാണിച്ചു തരാം അതായത് ഇയാൾ അവിടുന്ന് അത് ഓൾറെഡി ചെറുതാക്കിയിട്ട് ചെറിയ മസാല പോലത്തെ ഇങ്ങനെ അതായത് ജീരകം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച സാധനമാണ് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ കാണുന്നതിൻ്റെ ഉള്ളിലേക്ക് ഇടും അതെന്ത് ചെയ്യും അതിൻ്റെ ഉള്ളിൽ അരച്ച് വന്നിട്ട് ഇതിനെ വന്നിട്ട് ഇവിടേക്ക് വെക്കും അത് വീണ്ടും അവർ അടിച്ചടിച്ച് പരത്തിയിട്ട് സെറ്റാക്കിയിട്ട് എടുക്കുന്നതാണ് ക്യാമറ അപ്പോൾ അങ്ങനെ ഇവർ ഡിഷസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് സാധനം തന്നെ ധന്യ കുർമ എന്നാണ് ഇത് പറഞ്ഞത് മട്ടനാണ് മട്ടനാണ് സാധനം ഇതിപ്പോൾ ഇവർക്ക് വിളമ്പാൻ വേണ്ടിയിട്ട് ചെറിയ പാത്രം ചെറിയ മീൻസ് വലിയ പാത്രത്തിനാണ് ചെറുതിനായിട്ടുള്ള പാത്രങ്ങളിലാക്കിയിട്ടുണ്ട് ഗുസ്താബ റെഡി ആയിട്ടുണ്ട് റെഡിയാണ് കാശ്മീരി ഗുസ്താബ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ 2 ഡിഷ് ആയിട്ടാ ഇനി അടുത്ത സാധനം ये पुदीना ये सब्जी पुदीना है ना पुदीना ये जीरा ये पुदीना वो जीरा ജീര അത് പുതിന ഇവിടെ വേറെ ഒന്നും കേട്ടോ പുതിന ഉണക്കിയിട്ട് അതാണ് ഇവരിടുക ഈ കണ്ട 1 മിനിറ്റ് ഇതിതാ പുതിനയാണ് നമ്മളെ നാട്ടില് പച്ച അരിഞ്ഞിട്ട് ഇടുന്നതിന് പകരം എന്നെ കൊണ്ട് തീറ്റിപ്പിച്ച ये रोगन जोश है ये डिश क्या है टमाटर 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 और पनीर മൂന്നാമത്തെ ഡിഷ് ये रोगन जोश റോഗൻ ജോഷ് നാലാമത്തെ ഡിഷ് ये धनिया दानी उसको धनिया है ना टांगे वाला
धनिया दिन दिन उसको बोलते हैं दिन देन देन हाँ पंजाब 5 और ये रोगन जोश ये भी रोगन जोश है पूरा 5 साल है ये पालक है पालक पालक अब आ रहा है ये देखो ना ओके बड़ी बालू अच्छा मकर रास को फ्राई मकर बड़ी बालू ये भी कैमरा है GoPro जहन से छोड़ रही भैया आप गोश है आप उसको बादाम कुरमा है आप गोश्त ये कुरमा के लिए ये उसको बादाम कुरमा ബദാം കുർമ അപ്പോൾ ബദാം കുർമ ഉണ്ടാക്കാനുള്ള ഗോഷ്ട് എന്ന് പറഞ്ഞ സാധനം തോന്നുന്നുണ്ട് ആ സാധനത്തേക്ക് എടുക്കാൻ പോകുന്നത് അപ്പോൾ 7 ഡിഷായി जी ये क्या है जी ये क्या है मिर्ची कुरमा मिर्ची कुर्मा हाँ അപ്പോൾ ചിക്കൻ്റെ കുർമ ഉണ്ടോ അത് हाँ हाँ ये मिर्ची कुरमा है പിന്നെ എങ്ങനെ കരുതി ഇത് ദേ ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഇപ്പോൾ വീട്ടിലുള്ളവർ ശരിക്കും ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാലും നമ്മുടെ നാട്ടിലെ കല്യാണമൊക്കെ ആകുമ്പോൾ അതിന് മുമ്പേ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് അറേഞ്ച്മെൻ്റ് ആണ് സാർ ഇതിപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ഒരു ഇലൻ്റെ ഡിഷാണ് ഈ ഡിഷിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇലയായിട്ടുള്ള കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പച്ചക്ക് തന്നെ എന്ത് ചെയ്യും നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് കറി ഉണ്ടാക്കുകയോ ചെയ്യുക മസാല കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇല അല്ല അവരിൻ്റെ മുറിച്ചിട്ട് അങ്ങനെ നമ്മൾ ഉണ്ടാക്കാറാണല്ലോ പക്ഷേ എന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം ഇല മുറിക്കൊന്നും ചെയ്യാണ്ട് എല്ലാം ഒരു ഉണ്ട പോലെ ആക്കിയിട്ട് അത് എന്ത് ചെയ്യും വെള്ളം മാത്രമാക്കിയിട്ട് ബോയിൽ ചെയ്യും അപ്പോൾ ബോയിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ അയൺ കണ്ടൻറ്റുകൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു അങ്ങനെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഇതിന് എനിക്ക് നേരത്തെ പറഞ്ഞത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല അപ്പോൾ എന്നിട്ട് ആ സംഭവം എന്ത് ചെയ്യും ഉണ്ടായി കിട്ടിയ സാധനം പിന്നീട് അത് കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് പിന്നീട് വീണ്ടും ബോയിൽ ചെയ്തിട്ട് അതിൽ മസാലയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഒരു വീണ്ടും സെറ്റാക്കുക ഇതിപ്പോൾ ഇതേ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തന്ന പോലെ ചലിക്കുന്ന വാഷിംഗ് ബേസിനോ പിന്നെന്താ പറയാ ഇത് നമ്മളെ ചലിക്കുന്ന പൈപ്പിലെ ഇത് ഒരാളെന്ത് ചെയ്യും ഒരാൾ ഈ സാധനം പിടിച്ച് നടക്കും വേറൊരാൾ ഈ സാധനം പിടിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് പരിപാടി തുപ്പ് വരുത്തിട്ട് അതിക്ക് നമുക്ക് അവർ കൊണ്ടുവന്നൊന്ന് ജസ്റ്റ് കണ്ടോക്കാം അതാ ഫുഡ് കൊണ്ടുവന്ന് ഇവർ ഓൾറെഡി ഇവിടെ കൈയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഉണ്ട് ഇതാണിപ്പോൾ സ്ഥലം ഇവിടെയാണ് ശരിക്കും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ശരിക്കും നടക്കാൻ പോണത് ഇവിടെയാണ് ശരിക്കും ഫുള്ളായിട്ട് ഇനി ഒരു മഗ്‌രിബിൻ്റെ ടൈമിലായിരിക്കും ഇവിടെ ഫുള്ള് പ്രോഗ്രാമുകൾ നടക്കുക അപ്പോൾ നമുക്ക് അതുവരെ ഇനി പോയിട്ട് ഡ്രസ്സ് മേടിക്കാനുണ്ട് അവിടെ പുറത്ത് പോയിട്ട് ഇവരെ കാശ്മീരി ഡ്രസ്സ് മേടിക്കാണ്ട് എനിക്കറിയില്ല ഞാൻ നോക്കട്ടെ മേടിക്കുന്ന ഉറപ്പൊന്നുമില്ല അൻവറിന് എന്തായാലും മേടിച്ചിറങ്ങുള്ളൂ എന്നുള്ള വാശിയില്ല കാരണം എന്നാലും നമുക്ക് ആ ഒരു ഇവരുടെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ കിട്ടും ആ ഒരു എന്താ പറയുക നമ്മൾ ആ ഡ്രസ്സ് ഇട്ടിട്ട് നടക്കുമ്പോൾ നമ്മളും ഒരു കാശ്മീരി ആയിട്ടുള്ള ലെവലിൽ ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ആ ഡ്രസ്സ് മേടിക്കാനുള്ള പ്ലാനിലാണ് പിന്നെ ഇവിടുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ലാൽ ചൗക്ക് എന്ന് പറഞ്ഞ മാർക്കറ്റ് ഉണ്ട് അവിടെ ഡ്രസ്സൊക്കെ റേറ്റ് കുറവിൽ കിട്ടുമെന്ന് വിചാരിക്കണം അവിടെ പോയിട്ട് ഡ്രസ്സ് മേടിച്ചിട്ട് തിരിച്ചു എനിക്കൊരേ ആഗ്രഹമില്ല നമ്മൾ ഒരു പ്രാവശ്യമല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ നല്ല എടുക്കണമെന്നൊക്കെ ഉണ്ട് പിന്നെ ഒരു പ്രാവശ്യം യൂസ് ചെയ്യേണ്ടി വെച്ചിട്ട് വേണ്ടെന്ന് ഈ പിന്നെ ഇവിടെ തന്നെ നിൽക്കുമല്ലോ കാശ്മീരിൽ തന്നെ കൂടാനുള്ള പ്ലാനല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതിപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളിങ്ങനെ ആദ്യം 2 ഡിഷ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇങ്ങനെ ഓരോരോ ഡിഷുകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടാണ് അങ്ങനെ എന്നിട്ട് പറയാ ട്രെയിലറാണ് ഇനി ശരിക്കുള്ള മൂവി ഇപ്പോൾ കാണാൻ വെക്കുള്ളൂ പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് നമ്മളുടെ ഇവിടുത്തെ ഫോട്ടോഗ്രാഫർ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ബ്രൈഡിൻ്റെ ബ്രദർ ഒരു ഫോട്ടോഗ്രാഫറാണ് മൂക്കളെ നമ്മളെ പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക്
വേറെ ഒന്ന് സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കാനൊന്നുള്ള ടൈം കിട്ടിയില്ല. ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മളിവിടെ എത്തി. ബ്രൈഡ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫോൺ വിളിക്കുകയാണ്. വേറെ ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട്. അൻവർ അവരുടെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞൊന്നും കേൾക്കുന്നുണ്ടാവുമെന്ന് തോന്നുന്നില്ല. കണ്ടില്ലേ ഇവിടെ അപാര ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. അൻവറാണ് നമ്മളെ ഫോട്ടോഗ്രാഫർ. अच्छा तो इजाजत ठीक डिसाइड हम करना मार तो मार से 10 कबूल मंजूर कबूल कबूल परवेश जी का क्या इजाजत ठीक पड़ी. हाँ എനിക്ക് ഇവിടെ നടന്ന ആചാരങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ആചാരമാണ് ഇപ്പോൾ നടന്നത് കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലും എല്ലായിടത്തും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. ശരിക്കും ഉള്ളത് തന്നെയാണ്. പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുക്കൻ്റെ വീട്ടുകാർ വന്നിട്ട് പെണ്ണിനോട് സമ്മതമാണോ എന്ന് 3 തവണ ചോദിക്കുകയാണ്. അതൊക്കെ എന്തായാലും നമ്മുടെ നാട്ടിൽ വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന സംഭവമാണ്. ഇതൊക്കെ ഏകദേശം നമ്മളെ നാട്ടിൽ നടക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. അതായത് ചെറുക്കൻ്റെ വീട്ടിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നുള്ള 2 ആൾക്കാർ 2 ബുക്കുകളിൽ ഉടമ്പടികൾ എഴുതുകയും പിന്നെ അതുപോലെ തന്നെ സാക്ഷികൾ അവരുടെ ഒപ്പുകൾ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഉസ്താദുണ്ട്, ഇവരുടെ ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള കാരണന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. الذي تساءلون فيه والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن آمين وصلى الله تعالى على خير خلقه محمد وعلى آله وأصحابه. മാസ്ക് ഇട്ടോ. डैडी की तरफ से
ഇതേ ഒരാൾ മധുരം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ ട്രേയിൽ ഈത്തപ്പഴം കാര്യങ്ങളൊക്കെ കൊടുക്കാറില്ല, അതുപോലെ കിഴിയിലാണ് ഇവർ കൊടുക്കുന്നത് കേട്ടോ. എനിക്ക് വന്ന് പറഞ്ഞത് കിട്ടിയിട്ടുണ്ട് കേട്ടോ സാധനം. ഇതിപ്പോൾ ചെക്കൻ്റെ ഒപ്പം വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം കൊടുത്ത ഒരു ബോക്സാണ് കേട്ടോ. അതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്, അത്യാവശ്യം ഒരുപാട് സാധനങ്ങളുണ്ട്. കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവരെ ബ്രൈഡ് അകത്തേക്ക് വന്നുകൊണ്ടിരിക്കണ്ട. അങ്ങനെ നമ്മളുടെ ബ്രൈഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അണിഞ്ഞൊരുങ്ങിയിട്ട് വന്നിരിക്കുന്നു. ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഫോട്ടോ എടുത്തിട്ടും അങ്ങനെ ആയിട്ട്. ഈ സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് കാണിച്ചു തന്നിരുന്നു. ഒരു മാർക്കറ്റിൽ നിന്ന് ലാൽ ചൗക്കിൽ നിന്ന് മെഹന്തി കിറ്റ് അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട്. അപ്പോൾ അവിടെയുള്ള അതുപോലത്തെ ഏതൊരു സാധനം കൊടുന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൽ മെഹന്തി ഉണ്ട്, ക്യാൻഡിൽസ് ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. മെയിനായിട്ട് മെഹന്തിൻ്റെ പല ടൈപ്പ് മെഹന്തികളൊക്കെ. ഇവരുടെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നവർക്കുള്ള സെറ്റിങ് കേട്ടോ. ഇവിടെ കൊണ്ടുപോയിട്ട് രസം ഉണ്ടാകും. എവിടെ കൊണ്ട് ലവറിലൊക്കെ പുസ്തകത്തിലില്ല ആ കഷ്ണങ്ങളൊക്കെ എത്ര ഉള്ളി വെക്കണ് എന്തിനൊക്കെ രാത്രി പോയിട്ട് വീട്ടിൽ കോമഡിയൊക്കെ നോക്കിയത് ഇഷ്ടമായിട്ടോ. സമയം 12 മണി ആയിരിക്കും കേട്ടോ. രാത്രി 12 മണിക്കാണ് ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ പോണത്. ഇത്രയും നേരം ഇപ്പോൾ ഉച്ചയ്ക്ക് ഹെവി ഫുഡ് കഴിച്ചുകൊണ്ട് വേറെ ഒക്കെ സെറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ചായ അത് ഇത് വേറെ കുറേ സാധനങ്ങൾ കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അവസാനം നൈറ്റിത്തെ മെയിൻ ഫുഡ് കഴിക്കാൻ പോകാൻ. ശരിക്കും ഇന്നല്ല എത്ര മെയിനായിട്ട് ഫുഡ്, നാളെയാണ് എത്ര യഥാർത്ഥത്തിലുള്ള. അപ്പം നാളെ എന്തായിരിക്കും ഒരു പിടുത്തോ ചേട്ടാ. അപ്പോൾ സാധനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇത് നമുക്ക് ഓരോരോ പ്ലേറ്റ് സാധനങ്ങളും വേസ്റ്റ് ഇടാനുള്ളതും എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കൈ വെള്ളമുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും
സുബഹി വാങ്ങു കൊടുത്തു തുടങ്ങിട്ടാ 4:15 സമയം. പരിപാടി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഇപ്പൊ അവരെ പാട്ടും കാര്യങ്ങളൊന്നും സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൂ. ഇനിയും എന്തൊക്കെയാ അവരിങ്ങനെ എല്ലാരും കൂടി ഇരുന്നിട്ട് എന്തോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴാ തീരുന്ന ഒരു പിടുത്തമില്ല. നാളെ ഇനിയിപ്പോ എപ്പോഴാ അറിയാം ഇവരെ കൊണ്ടുപോണേ, ബ്രൈഡിനെ ചെക്കൻ്റെ വീട്ടിൽ കൊണ്ടുപോകണ എപ്പോഴാ അറിയാം? 2 മണിക്ക് രാത്രി പുലർച്ചെ 2 മണിക്ക്. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. സംഭവമൊക്കെ എന്തായാലും ഭയങ്കര രസമാണ്, വെറൈറ്റിയാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നല്ല കഷ്ടപ്പാടാണ്. ഇതേ ഇപ്പോൾ സമയം ഏകദേശം 5 മണി അല്ല 5:30 ആവാറായി.
ഇവിടുത്തെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാ, സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞ്. പക്ഷെ ഇവിടുത്തെ ഫംഗ്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിസ്കാരത്തിൻ്റെ ടൈമിൽ മാത്രം ഒന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്ത് ബാക്കിയുള്ള ടൈമിൽ വീണ്ടും ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 8-9 മണി വരെ ഉണ്ടാവുന്നതാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. ഇതിൽ ആകാശത്ത് വെളിച്ചം വന്നു തുടങ്ങിയിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന് പറയുന്ന പേരാണ് ബറാദ് കേട്ടോ. ഇന്നിപ്പോൾ ഇവിടുന്ന് ബ്രൈഡ് എന്ത് ചെയ്യും, ഗ്രൂമിൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് പോകും. അപ്പോൾ ആ ഒരു ദിവസത്തെ ഫംഗ്ഷനും കാര്യങ്ങൾക്കും പറഞ്ഞ പേരാണ് ബറാദിന്. അപ്പോൾ ആ പോണായതിനു മുമ്പ് ഇവർ പാട്ടും കാര്യങ്ങളൊക്കെ പാടിയിട്ട് എല്ലാം ജസ്റ്റ് ഒന്ന് യാത്ര അയക്കുന്ന പോലെയുള്ള പരിപാടികളാണ്. कैमरा हिलता है ना, तुम पकड़ के मुझे कैमरा हिलता है. Actually, I forgot to ask your name. My name is Athiya. 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 A-T-H-A. I-Y-A. Athiya. Okay? So, Lekki block. These are just gifts from the guests. Oh yeah, also in Kerala also like Yeah, yeah. Or it's Shakti. That doesn't exist there. ഈ വീഡിയോ എടുത്ത് ഞാൻ ലാൻഡ്സ്കേപ്പ് എടുക്കണം. അയ്യോ അടുത്ത സാധനത്തിൽ We missed. They gave us at once. ये क्या है? ये मेथी है, मेथी. मेथी. हाँ. ये कबाब है, गलत है. ना तो हो. अरे गायत्रा इकाशी कबाब. अरे दे, पापा दे. अरे कॉफी. बहुत अच्छा परफॉर्मेंस है. हां गड़ा फोटो लागो काट लागो. छोटा यार बाबू. आता हो दिन नाक की यार. കല്യാണ വീട് എല്ലാ സജ്ജീകരണങ്ങളും കൂടിയിട്ട് പെണ്ണിനെ കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അൻവർ ഫുള്ള് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇതൊക്കെ നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ വെറൈറ്റി ആയിട്ടുള്ള സാധനം ഇനിയാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അതായത് അപ്പോൾ ഇതിവിടെ മണവാളനെ വെൽക്കം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ഞാൻ കുറച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് ഇതാണ്ടോ, നമ്മളവിടെ പോലെ കസാറിൻ്റെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു താഴെ തന്നെ അടിപൊളിയായി. എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണത്തിന് സെറ്റ് ചെയ്തല്ലേ? അടുത്തല്ല ഉണ്ടാവില്ലേ? പിന്നെ ரொம்ப ഉഷാറായിട്ട്
ഇവിടെ ചെക്കനെ വരുമ്പോൾ സൽക്കരിക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പുറത്ത് ഇവിടെ എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അവർക്ക് കൊണ്ടുവരാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റുള്ളവർ കൊണ്ടുപോകണ പോലെ പുതിയാപ്പിളുണ്ടോ? പുതിയാപ്പിളക്ക് കവറൊക്കെ ഉണ്ട് കൊണ്ടുപോകാൻ. സർച്ച് പറയും പുതിയാപ്പിള കവറൊക്കെ വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാണെങ്കിൽ. ഇതിപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന സ്ഥലം ടെൻ്റൊക്കെ അടിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഏകദേശം എല്ലാം ഇവിടുത്തെ എല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളാണെന്ന് വെച്ചെങ്കിൽ രാത്രി ഉറങ്ങിപ്പോയി, അതുകൊണ്ട് പെണ്ണിൻ്റെ വീട്ടിലേക്കൊന്നും ഞങ്ങൾക്ക് പോകാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല. ഇവിടുത്തെ അവസ്ഥകൾ ഇതൊക്കെയാണ്. ഇതാണിപ്പോൾ ഇവിടെ ബാക്കി വന്നിട്ടുള്ള ബുഡ്സാണ് ഇത്. ഇന്നലെ കിച്ചൺ സെറ്റ് ചെയ്ത ഭാഗമാണ് കേട്ടോ അത്. ഫുള്ള് അവിടെ മരങ്ങൾ കാര്യങ്ങൾ ഒക്കെ കത്തി തീർന്നിക്കണ്. പിന്നെ അതേ ഇവിടെ ഇങ്ങനെ കയറി നിന്ന് ഫുള്ള് സെറ്റ് ചെയ്ത് നമ്മളവിടെ കാണിച്ച ഒരു 2-3 ദിവസം കൂടി ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത്. അല്ല, അതായത് പന്തലും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇന്നത്തെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഫുള്ള് പരിപാടികൾ കഴിഞ്ഞ്